നമസ്കാരം. തിരുവനന്തപുരത്താണുള്ളത്. ഒരു ദീർഘമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ കേരള എക്സ്പ്രസ്സിന് ന്യൂഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നിറങ്ങിയത്. ഈ ഒരു തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പൈസ കുറഞ്ഞിട്ടുള്ളൊരു നിൽക്കാൻ പറ്റിയ നിങ്ങൾക്കുള്ളൊരു താമസ സൗകര്യം അതൊക്കെ ഇന്നൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇത് ക്ഷേത്രക്കുളമാണ്. ആ റെയിൽവേ സ്റ്റേഷൻ ബാക്കിയുള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് പോകാം. കാരണം ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണി ആയതേ ഉള്ളൂ. കറക്റ്റ് വെയിൽ വരുന്നത് ഈ ഒരു ഭാഗത്തുനിന്നാണ്, ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തുനിന്നാണ് വരുന്നത്. ആ ഒരു ഭാഗത്താണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു പോകുന്ന ആൾക്കാരുടെയൊക്കെ തിരക്ക് വരുന്നത്. ആ ഒരു ഭാഗത്താണ്. ഞങ്ങൾക്കിനിപ്പോൾ ഈ ഒരു പഴവങ്ങാടി ക്ഷേത്രമൊക്കെ ഉള്ള ആ ഒരു ഭാഗമില്ലേ, അതുവഴി നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകാം. നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തു നിന്നുള്ളൊരു വ്യൂ കാണണ്ടേ, അവിടെയാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം ഉള്ളത്. പിന്നെ നമുക്ക് ആ ഒരു ഗേറ്റ് ഇല്ലേ, അവിടെ പോയിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുക്കാം. കാരണം നമുക്ക് അതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് പോകാം. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ വരേണ്ടതാണ്. കാരണം ഈ ഒരു സൂര്യൻ അവിടെ ഒരു നല്ലൊരു 6 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ഒരു വ്യൂ കിട്ടുക. അപ്പോൾ കറക്റ്റ് അവിടെ തന്നെയാണല്ലോ ഉള്ളത്. ഇവിടെ നിന്ന് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു വ്യൂ കണ്ട. ഇവിടെ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട്. അങ്ങ് അവിടെയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് കയറുക. നമുക്ക് ഈ ബാഗൊന്നും കൊണ്ടിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. മുണ്ടും തോർത്തും മാത്രം എടുത്തിട്ടാണ് നമുക്ക് പോകാൻ പറ്റുക. ഇതിൻ്റെ അകത്തേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ലഗേജൊക്കെ വെക്കാൻ പറ്റും. നടന്നിട്ട് ഇവിടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ ഓം ശ്രീ മഹാഗണപതയേ നമ. ഇതാണ് ക്ഷേത്രം. ശരിക്കും 2 ക്ഷേത്രം അടുത്തടുത്ത് തന്നെയാണ്. നടന്നിട്ട് വരാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ ഒരു ഭാഗത്തേക്കാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളത്. അതൊന്നും നടന്നിട്ട് പോകേണ്ട ദൂരമേ ഉള്ളൂ. എല്ലാം അടുത്തടുത്താണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗം. വഴിപാട്, നാളികേരം, ഇതിൻ്റെ അകത്ത് നമുക്ക് തേങ്ങ ഉടക്കേണ്ട ഇതൊക്കെ സൗകര്യമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇതുവഴി പോവാം. നേരെ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക, തമ്പാനൂർ. ഇത് ഇവിടുത്തെ പഴയ തിയേറ്ററാണ്. ഇതിപ്പോൾ ഇല്ല നിലവിൽ. ശ്രീകുമാർ. നമുക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ട്, ഒരു 400 മീറ്ററും കൂടെ. ഇതൊക്കെ ബസ് സ്റ്റോപ്പാണ്. പ്രൈവറ്റ് നിർത്തും, KSRTC നിർത്തും. ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ആയത്. അതുപോലെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. നേരെ ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടുത്തടുത്താണ്. ഇതാണ് KSRTC ബസ് ടെർമിനൽ തിരുവനന്തപുരം. റെയിൽവേ സ്റ്റേഷൻ അങ്ങ് അവിടെ. എല്ലാം അടുത്തടുത്താണ്. നല്ല കണക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത്. എല്ലാം കൊണ്ടും അടുത്തൊരു ബസ് വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്തണം. ഞങ്ങൾ താമസിക്കുന്ന കാര്യം പറഞ്ഞില്ല ട്രിവാൻഡ്രത്ത്, അത് വേറെ എവിടെയല്ല, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ റിട്ടയർ റൂമിലാണ്. ആ ഒരു റിട്ടയർ റൂമിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത് കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ റിട്ടയർ റൂമും ഡോർമെറ്ററിയൊക്കെ വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു കാണുന്ന ഭാഗത്ത് തന്നെയാണ്. ഒന്ന് ഇനിയിപ്പോൾ നേരെ അകത്തോട്ട് കയറാം. ഇവിടുത്തെ ഈ ഒരു സമയത്ത് തിരക്ക് കണ്ട. ഓഫീസ് ടൈം ആയില്ല, കഴിഞ്ഞ് വരേണ്ട ടൈം ആയല്ലോ. അതാണിപ്പോൾ ഇവിടെ നല്ല തിരക്ക്. ഇനിയിപ്പോൾ നേരെ ഈ ഒരു എൻട്രൻസ് വഴി സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. വേ ടു റിട്ടയറിങ് റൂംസ്. ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ റിട്ടയർ റൂം ഭാഗത്തോട്ട് പോകേണ്ടത്. നേരെ കയറി പോവാം. ഇവിടെ റിട്ടയർ റൂമിൻ്റെ ചാർജസ് ഒക്കെ വരുന്നുണ്ടോ. AC സൂപ്പർ ഡിലക്സ്, AC 2 ബെഡ്റൂം, ഡോർമെട്രി, non-AC ഡോർമെട്രി, ഇതിൻ്റെയൊക്കെ ചാർജ് 24 മണിക്കൂറും 12 മണിക്കൂറും. ഇവിടെയാണ് ഇതിൻ്റെ റിസപ്ഷൻ വരുന്നത്. ഇനിയിപ്പോൾ നേരെ ഡോർമെട്രിയും റൂമൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോകാം. ഇത് AC ലേഡീസ് ഡോർമെട്രിയാണ്. നമ്മുടെ ഡോർമെട്രി, മെയിൽ ഡോർമെട്രിക്ക് ഉള്ളത് നേരെ അങ്ങ് അവിടെയാണ്. ഇതൊക്കെ ഡീലക്സ് റൂമാണ്. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ കണ്ടതാ. ബസ് ടെർമിനൽ അങ്ങ് അവിടെയാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ വന്നത്. നല്ല വ്യൂ അല്ലേ ഇവിടുന്ന്. ഇതും AC ഡോർമെട്രി ആണ്, പക്ഷേ ഇത് ഹട്ടാണ്, റൂം ബേസ് ആണ്. ഇതിങ്ങനെയാണ്. ഇതിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിലല്ല താമസിക്കുന്നത്. ഞങ്ങൾ അന്ന് ഇതിലും
ഇവിടെയാ താമസിച്ചത്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ക്യാബിൻ ടൈപ്പ് ഭാഗത്തേക്ക് പോവാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാഴ്ചകളൊക്കെ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇത് പിന്നെ വീണ്ടും കാണിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അതെ അതെ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഓരോരോ മുറിയായിട്ട് കിട്ടും. പുറത്തേക്ക് ഇറങ്ങാം. ഈ ഒരു കോവിലില്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെയാണ് ഡോർമെട്രി വരുന്നത്. ഇത് ക്യാബിൻ ടൈപ്പാണ്. നോൺ എ സിയും എ സിയും ഇവിടെ തന്നെയാണ് വരുന്നത്. റിസർവേഷൻ കൗണ്ടറൊക്കെ വരുന്നത് അവിടെയാണ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. എ സി ഇങ്ങോട്ടേക്കാണ്, നോൺ എ സി ഇങ്ങോട്ട്. അതായത് D1 മുതൽ D9 വരെ ഇതിൻ്റെ അകത്തേക്ക് നോൺ എ സി, B1 മുതൽ B9 വരെ എ സി ഇതിൻ്റെ അകത്തേക്ക്. ഇവിടെ എങ്ങനെ ഉണ്ടാവുക, അതിൽ നവീൻ്റെത് വരുന്നത് B5, എൻ്റെത് B7. അതെ, ഇത് രണ്ടും. ഇതിലോട്ട് കയറാം. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ബെഡുണ്ട്, പിന്നെ ഒരു ടേബിളുണ്ട്, ഒരു ചെയറുണ്ട്, ഒരു ഫാനുണ്ട്, എ സി ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അവിടത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഏതാ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെയാണ് കറക്റ്റ് എ സിൻ്റെ ആ ഒരു ഇതൊക്കെ ഉള്ളത്. എല്ലായിടത്തും മിററൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ടോയ്ലറ്റും ബാത്റൂമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇത് രണ്ടു പേർക്കും കൂടെ ഉള്ളതാണ്. നോൺ എ സിക്ക് ഉള്ളതാണ്, എ സിക്ക് ഉള്ളതാണ്. ഒരു വാഷ് ബേസൊക്കെ ഉള്ളത് ഇവിടെയാണ്. നല്ല മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ടോയ്ലറ്റും ഇതൊക്കെ ബാത്റൂമും വരുന്നത്. എല്ലാം വെസ്റ്റേൺ ടൈപ്പ് ടോയ്ലറ്റാണ് വരുന്നത്. ഇന്ത്യൻ ടൈപ്പ് ഇല്ല. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇവിടെ നമ്മുടെ ബാഗൊക്കെ വെക്കേണ്ടത് ഈ ഒരു ബെഡിൻ്റെ ഇവിടെ തന്നെയാണ്. ഇത് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നമുക്ക് കീ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ റെയിൽവേൻ്റെ തന്നെ കീഴിലുള്ള റിട്ടയർ റൂം ആണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ലോക്കും അതിൻ്റെ കീയും കൊണ്ടുവരേണ്ടി വരും. ഇപ്പം നമുക്കിത് ലോക്ക് ചെയ്തിട്ട് പോകാം. കാരണം ഞങ്ങൾ എപ്പോഴും കയ്യിൽ എന്തായാലും ഒരു സ്വന്തമായിട്ട് ഒരു കീ കയ്യിൽ കരുതുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ വരുവാണെങ്കിൽ ഇവിടെ താഴെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് വാങ്ങേണ്ടി വരും. ഇനിയിപ്പോൾ ഞങ്ങൾ താമസിച്ച ഒരു ഡോർമെട്രീൻ്റെ പ്രൈസ് നിങ്ങൾ അറിയണ്ടേ? ഞങ്ങൾ 12 മണിക്കൂർ എടുത്തത് എ സി ക്യാബിൻ ഡോർമെട്രിക്ക് ഒരാൾക്കായത് 300 രൂപയാണ്. അതായത് 286 രൂപയാണ്. അത് അവർ ആ ഒരു GST ഒക്കെ കഴിഞ്ഞ് ഏകദേശം കറക്റ്റ് 300 രൂപ. രണ്ടാൾക്കും കൂടി 600 രൂപയായത് ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ എടുത്തത്. അതുപോലെ തന്നെ നോൺ എ സി ഡോർമെട്രി ആണെങ്കിൽ 240 രൂപയാണ് വരുന്നത്. അപ്പൊ അതിന്റെ GST സംവിധാനങ്ങളൊക്കെ ആക്കിയിട്ട് ചെറിയൊരു എമൗണ്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹട്ട് കാണിച്ചല്ലോ, അപ്പൊ അവിടെയാണ് ഞങ്ങൾ ഒരു 2 മാസം മുന്നേ താമസിച്ചത്. അവിടെ 240 രൂപയാണ് വരുന്നത്. അതും GST സഹിതം വേറൊരു എമൗണ്ട് വരും. ഇതിന്റെ 12 മണിക്കൂറാണ് തിരുവനന്തപുരത്തെ റിട്ടയർ റൂമിന്റെ എന്താ പറയുക അതിന്റെ സ്ലോട്ട് വരുന്നത്. അതായത് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ. പകലെടുക്കുവാണെങ്കിൽ 12 മണിക്കൂർ അങ്ങനെ വരും. ഇനി രാത്രി എടുക്കുവാണെങ്കിൽ രാത്രി 7 ടു രാവിലെ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ അങ്ങനെ ആ സ്ലോട്ട് വരുന്നത്. അതെ, അതുപോലെ തന്നെ ഇവിടെ റൂമുണ്ട്, ഡിലക്സ് റൂമുണ്ട്. അതിനൊക്കെ 1000-ന് മേലെ ആവുന്നുണ്ട് കേട്ടോ. അതെ, 12 മണിക്കൂർ വേണമെങ്കിൽ എടുക്കുക, 24 മണിക്കൂർ എടുക്കുക. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇനിയിപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ട്രെയിൻ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ കേരള എക്സ്പ്രസ്സിന് വരുന്നതുകൊണ്ട് തന്നെ കേരള എക്സ്പ്രസ് നല്ല ഡിലേ ആയിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഈ ഡിലേ എന്തായാലും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മാവേലി എക്സ്പ്രസ്സിനാണ് പോകേണ്ടത്. കാരണം ആ ഒരു വണ്ടി തിരുവനന്തപുരത്ത് ഞങ്ങൾ നാട്ടിലേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ആ ട്രെയിൻ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. വെയിറ്റ് ലിസ്റ്റ് 40 കാരണം അതെടുത്തിട്ട് കൺഫേം ആവില്ല. അതിനുശേഷം ഞങ്ങൾ മലബാർ നോക്കി. മലബാർ ആ സമയത്ത് RAC ഉണ്ടായിരുന്നു, അത് എടുത്തു വെച്ചു. അതിനുശേഷം തത്കാലം എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ തത്കാലം കിട്ടിയില്ല. അവസാനം ചാർട്ട് മലബാറിന് പ്രിപ്പയർഡായി. എന്തായിരുന്നു RAC. അപ്പം ഒരു ബർത്തിൽ 2 പേര് ഇരുന്നിട്ട് പോകേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. അതൊക്കെ നമുക്ക് ട്രെയിനിന്റെ ഭാഗത്ത് പോയ ശേഷം പറയും. 5:30 ഒരു അരമണിക്കൂറും കൂടെ ഫോണിന് ചാർജൊക്കെ ആക്കി നമ്മൾ ഏതായാലും ചെക്കൗട്ട് ചെയ്തിട്ട് പോവുക. അതെ, ഞങ്ങൾ റിട്ടയർ റൂമിൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ളത് തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസ് ആണ്. മാവേലി എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ നിന്നും അങ്ങനെ വരലില്ല. ഇന്ന് 1-ന്നാ പുറപ്പെടുക. നമ്മളത് 4-ന്ന് മലബാർ 4-ലോട്ട് പോവാം. तिरुवनंतपुरम से कोट्टयम शोरनूर होकर मंगलूर तक जाने वाली मलबार एक्सप्रेस का खाली वे आए. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ മലബാർ എക്സ്പ്രസ് വരികയാണ്. ട്രെയിൻ നമ്പർ 166-29 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ MT റേക്ക് റിവേഴ്സ് ചെയ്ത് വരിക. അനൗൺസ്മെൻറ്റിൽ 4-ന്നാണ് പറഞ്ഞത്, പക്ഷേ ശരിക്കും വണ്ടി വരുന്നത് 5-ലേക്കാണ്. ആപ്പിലും NTS ആപ്ലിക്കേഷനിലും 4-ന്നാണ് പറഞ്ഞത്.
മലബാർ എക്സ്പ്രസ്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് ഇതിൽ സ്ലീപ്പർ ക്ലാസ്സിൽ S6, ഇത് S8 ആണ്. ഒരു 2 കോച്ചും കൂടെ കഴിയാനുണ്ട്. ഇത് S7, ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കോച്ച്. ഈ വരുന്ന ഇതാണ് നമ്മുടെ കോച്ച് S6, 2013 നിർമ്മിച്ച കോച്ച്. ഇതിലാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇതിൽ കയറാം, ഈ ഒരു ഭാഗം വഴി കയറാം. തുറന്നിട്ടുണ്ടാവില്ലേ? തുറന്നിട്ടുണ്ടാവണം. ഇല്ല, തുറന്നിട്ടില്ല. അത് തുറന്നിട്ടുണ്ടോ? ഓക്കെ, തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നീ തുറന്നിട്ട് വന്നാൽ മതി. നവി ഇത് വന്ന് തുറന്നു തരും. പിന്നെ ഡയറക്റ്റ് കയറാം. അതാകുമ്പോൾ പിന്നെ ഇതിലൂടെ തന്നെ ആദ്യമേ കയറി വരണ്ടല്ലോ. ഇത് നവീൻ തുറന്നു തരുന്നുണ്ട്. യെസ്, നേരെ ഇനി അകത്തേക്ക് ആദ്യം നമുക്ക് തന്നെ കയറാം. അയ്യോ, ഫുള്ളി ഇരുട്ടാണേ. നമ്മുടെ ബെർത്ത് വരുന്നത് 39. അതായത് ഈ ഒരു സൈഡ് ലോവറിലാണ് ഞാനും നവിയനി നീലേശ്വരം വരെ ട്രാവൽ ചെയ്യേണ്ടത്. ഈ ഒരു സൈഡ് അപ്പറിൻ്റെ ആളൊക്കെ കണ്ണൂർ വരെ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ വണ്ടി ടോട്ടലി ഫുള്ളാണ്. ഇവിടെ നമുക്കൊരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ടോട്ടൽ ഒരു പഴയ കോച്ചനല്ലേ നവി? എന്ത് പറയാൻ, മാവേലി, മലബാർ ഇതെല്ലാം പഴയ കോച്ചാണ്. LHP-ലേക്കൊക്കെ ആവേണ്ട സമയത്ത് പഴയ അതിക്രമിച്ചു. അതെ. പിന്നെ അതുപോലെ തന്നെ നല്ല വൃത്തിയുണ്ട് വണ്ടി വൃത്തിയുണ്ട്, ക്ലീനിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ എന്താ പറയാ, സദർൺ റെയിൽവേ പക്കയാണ്. ഇതിന്റെ കറണ്ട് സ്റ്റാറ്റസ് ഒക്കെ കാണണ്ടേ? ഇതുണ്ടോ? ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നതിന് മുന്നേ നമ്മുടെ RAC 55 56 ആണ്. ഞങ്ങള് കൺഫേം ആവുന്ന കരുതിയൊരു സംഭവമാണ് കേട്ടോ. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞ കാരണം ഞങ്ങൾ 3 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത്. ആ സമയത്ത് RAC ഒരു 80 ചില്ലറ ഉണ്ടായത്, അനങ്ങുന്നില്ല. അപ്പം ഞങ്ങൾ എന്താ പറയാ, ഇതിലിപ്പോ കയറുന്നതിന്റെ തലേദിവസം മാവേലിക്ക് തത്കാലം നോക്കി, കിട്ടിയില്ല. അത് TKW ആയിപ്പോയി, നിവൃത്തിയില്ല. നേരെ ഒന്നുകൂടെ നോക്കുമ്പോഴത്തേക്കും അതും തത്കാലം വെയിറ്റ് ലിസ്റ്റ് 80 കയറി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഈ തെക്കേറ്റത്ത് നിന്ന് വടക്കേറ്റത്ത് നിന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടായാലും എത്ര എന്താ പറയാ ടിക്കറ്റിന് ഭയങ്കര ഡിമാൻഡാണ് യാത്രക്കാർക്ക്. മതിയായ ട്രെയിനുകളില്ല അല്ലവനോ? വരണം, ട്രെയിനുകൾ വേണം. നമ്മൾ ആരോട് പരാതിപ്പെടാൻ? പിന്നെ ഒരു കാര്യമുണ്ട് വരും, സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അയോധ്യ പോയി ഒന്നുമല്ലോ, അയോധ്യയിലേക്കൊക്കെ ഇഷ്ടംപോലെ ആസ്ഥാ ട്രെയിനുകളുണ്ട്. അപ്പം ഒരു കാര്യം, ഇടാൻ അറിയാത്തോണ്ടല്ല, ഇടാത്തോണ്ടാണ്. നമ്മുടെ ഈ റോഡിൽ കേരള എക്സ്പ്രസിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കണ്ടതാ, ഇഷ്ടംപോലെ കണ്ടതല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഉണ്ട് ഇഷ്ടംപോലെ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ഈ ഒരു മാംഗ്ലൂർ എക്സ്പ്രസ് ഇല്ലേ 8:50, അത് പോയി കഴിഞ്ഞാൽ ഒരു 10 മണി ആ ഒരു ടൈമിൽ ഒരു നല്ലൊരു വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേനെ. പുതിയൊരു ട്രെയിൻ കൂടെ വേണം, വണ്ടി തരാൻ ആവാനിട്ടാണ്. അല്ല, ഞാൻ പറയാം, ഈ അമൃത് ഭാരത് ഇല്ലേ, അത് ഈ ഒരു റൂട്ടിലാണ് വേണ്ടത്. ഈ ഗുവാഹട്ടി സൈഡിലോട്ടെല്ലാം പോയിട്ട് മലയാളികൾക്ക് എന്ത് ഉപകാരമുണ്ട് അല്ലേ? കുറെ അതിഥി തൊഴിലാളികൾക്ക് ഉപകാരപ്പെട്ടു എന്നല്ലാണ്ട് നമുക്ക് മലയാളികൾക്ക് ഒരു ഉപകാരമില്ല. അതായത് നമുക്ക് തിരുവനന്തപുരം മുതൽ നമുക്ക് നീലേശ്വരം വരെ സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ഫെയർ 325 രൂപയാണ്. ഇതൊരു ട്രെയിൻ വീഡിയോ അല്ല കേട്ടോ, കാരണം ഞങ്ങൾ ഓൾറെഡി മലബാർ എക്സ്പ്രസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാണല്ലോ. അപ്പം ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പോയിട്ട് ഒരുപാട് നാളായി, വീട്ടിലൊക്കെ ആ ഒരു ഭാഗത്തേക്ക് വീഡിയോ ഒക്കെ ചിത്രീകരിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പം അതൊക്കെ ആയിരിക്കും കൂടുതൽ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അതെ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത്. നല്ല കുറച്ച് റോഡൊക്കെ നല്ല കിടക്കനായിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതലും കാണുക കേട്ടോ. അപ്പം മലബാർ എക്സ്പ്രസിന്റെ കാഴ്ചകളല്ല കൂടുതലും ഉണ്ടാവുക ഈ വീഡിയോയിൽ. ഇവിടെ ഈ ട്രെയിനിന്റെ കയറി വരുന്ന ഇവിടെ തന്നെ കണ്ടതാ S6 എന്ന് എഴുതി കണ്ട. ഇത് വളരെ ഉപകാരമാണ്. പെട്ടെന്ന് ട്രെയിനിലേക്ക് ചാടി കയറുന്നവർക്ക് ഇത് നോക്കിയിട്ട് കോച്ചിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാ ട്രെയിനിലും വേണം കേട്ടോ, കാരണം ഇത് വളരെ അത്യാവശ്യമാണ് ഇത്. ഇനി ഇതിൽ ഞങ്ങൾ രാത്രി അങ്ങനെ കിടക്കലെന്നറിയാം. ഈ 2 ബാഗും താഴെ എടുത്ത് വെക്കും, എന്നിട്ട് ഇത് രണ്ടൊന്നും ഫ്ലാറ്റ് ആക്കും, എന്നിട്ട് അതിൽ തന്നെ 2 പേരും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും. കാരണം അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഏട്ടന് വേണ്ടിയായതുകൊണ്ട് ആ വിഷയം വരുന്നില്ല. നിങ്ങൾ ഒരാളായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് RAC കിട്ടുന്ന പാർട്ണർ വേറെ ആരെങ്കിലും ആയിരിക്കും, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് അപ്പറിന്റെ നല്ലൊരു എന്താ പറയാ ഒരു ഗോ പാസഞ്ചർ ആയാൽ മതിയായിരുന്നു. നല്ലൊരാളായിട്ടുണ്ട്. അല്ല, അതിനും പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി കണ്ണൂർ ഇറങ്ങുന്നതാണ്, അതുകൊണ്ട് പിന്നെ വലിയ നമുക്ക് വലിയ ബാധിക്കുന്നില്ല. പിന്നെ ഫുൾ ജേണി ഒന്നുമല്ല ഇത്, അതായത് വലിയ ഡൽഹിയിലേക്ക് പോകുന്ന യാത്രയൊന്നും അല്ലല്ലോ, ഒരു നൈറ്റ് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ വലിയ വിഷയം വരുന്നില്ല. ഇവിടെ ഒരു വണ്ടി നിർത്തിയത് കാണുന്നില്ലേ, ഇത് തിരുവനന്തപുരം സിൽച്ചാർ എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 2ാമത്തെ ട്രെയിനായത്. ഇത് നാളെയാണ് ഇവിടെ നിന്ന് എടുക്കുക, അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ. ഇതിനൊക്കെ നമുക്ക് ഒരു ദിവസം ട്രാവൽ ചെയ്യാം, പക്ഷെ ടിക്കറ്റ് കിട്ടാത്തതാണ് മെയിൻ റീസൺ. തിരുവനന്തപുരം സിൽച്ചാർ, ഈ തിരുവനന്തപുരം സിൽച്ചാർ തന്നെയാണ് കോയമ്പത്തൂർ സിൽച്ചാറായിട്ട് പോകുന്നത്. കറക്റ്റ് 6:40 തന്നെ നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുത്തിരിക്കുകയാണ്. ഈ ഒരു തിരുവനന്തപുരത്തിനും മംഗലാപുരത്തിനിടയിൽ മലബാർ എക്സ്പ്രസ്സിന് ടോട്ടല് 51 സ്റ്റോപ്പുകളുണ്ട്.
631 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട് ഈ ട്രെയിന്. അതുപോലെ തന്നെ ഇത് കോട്ടയം വഴിയാണ് പോകുന്നത്. ഇവിടെ മിക്കവാറും ഒരു വന്ദേ ഭാരത് കിടക്കുന്ന കാണുമല്ലോ. നോക്കാം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവാൻ ഒരു ചാൻസ് നോക്കാം. KCVL കൊച്ചുവേളി ഇതല്ലേ, ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഓറഞ്ച് വന്ദേ ഭാരത്. ഇതിന്ന് സർവീസ് ഇല്ല, തിങ്കളാഴ്ചയാണ്. ഇതിൻ്റെ തന്നെ മറ്റേത് അത് അവിടെ തന്നെ വേറെ ഉണ്ട്. കണ്ടോ, 2 എണ്ണം ഉണ്ട്. 8 കാർ വന്ദേ ഭാരതായത്. ഇത് രണ്ടും തിങ്കളാഴ്ച സർവീസ് ഇല്ല. തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഹംസഫർ ആവാനാ ചാൻസ്. ശരിക്കും ഉത്കൃഷ്ട കോച്ചുകൾ 110 വരെ കയറുക. സമയം ഇപ്പോൾ 8:06 കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. കൊല്ലം ജംഗ്ഷനിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരിക. എന്താ തിരക്ക് നോക്കിയേ. ഈ കൊല്ലം ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് പുനലൂരിലേക്കൊരു റൂട്ട് പോകുന്നുണ്ട്. അത് കാരണമാണ് ഇത് ജംഗ്ഷൻ ആയത്. നല്ല തിരക്ക് തന്നെയാണ്. മാവേലിക്ക് കയറേണ്ടവരുണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ മാവേലി എക്സ്പ്രസ് ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾ രാത്രി കഴിക്കേണ്ട ഭക്ഷണം കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പൊറോട്ട അല്ല, ഇത് പൊറോട്ടയും വാങ്ങി, അതുപോലെ തന്നെ ദോശയും വാങ്ങി. പൊറോട്ടയും ദോശയും. കാരണം കുറേ നാളായി പൊറോട്ട വെച്ചിട്ട്. ഇത് പൊറോട്ട 4 പൊറോട്ട, അതുപോലെ തന്നെ 4 ദോശ, പിന്നെ വേറെ ഒരു പ്രത്യേകമായിട്ടുള്ള അതെന്താ നവി തന്നെ പറഞ്ഞോ, ബീഫ് ഫ്രൈ. കാരണം നമ്മൾ കേരളത്തിൽ വന്നിട്ട് ബീഫ് ഫ്രൈ കഴിച്ചിട്ട് ഒരുപാട് നാളായി. എന്നാൽ പിന്നെ ഇന്നിത് ട്രൈ ചെയ്യാം. അത് വേറൊന്നുമല്ല, മെയിനായിട്ട് കേരള എക്സ്പ്രസ് വരുന്ന സമയത്ത് തന്നെയാണ് മനു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കിത് വേണം എന്ന് അത്രയും. കാരണം ഇതിന് ഏറ്റവും കോമ്പിനേഷൻ ഇതാണ്. പക്ഷെ ഇത് മാത്രം കഴിക്കുന്നത് ശരിയല്ല രാത്രി. അപ്പോൾ ദോശയും കൂടെ വാങ്ങി. അതെ, പിന്നെ നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന ആ ഒരു ഹോട്ടലിൽ തന്നെയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഫുഡൊക്കെ അടിപൊളിയാണ്. ടേസ്റ്റിൻ്റെ കാര്യമൊക്കെ പക്കയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് പാർസലായിട്ട് വന്ന സംഭവമില്ലേ, അതിന് പുറമെ നമ്മൾ വേറെയും വാങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്കിത് കഴിക്കാം. ഇങ്ങോട്ടോട് ഇതൊക്കെ പൊട്ടിക്ക് വേഗം പെട്ടെന്ന്. ഇതിൻ്റെ ആ സ്മെല്ല് വരുമ്പോൾ തന്നെ അല്ലേ നല്ല രീതിയിൽ അത് കെട്ടി വെച്ചത്. അതെ നല്ല പാക്കിംഗ് ആണേ. അപ്പോൾ ഇന്ന് ഇത് കഴിക്കാം. ഞങ്ങൾ പിന്നെ ഈ ട്രാൻഡ്രത്തൊക്കെ വരുമ്പോൾ ട്രെയിനൊന്നും ഒരു ഫുഡും കഴിക്കില്ല. അതുപോലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കില്ല. നമ്മൾ ഡയറക്റ്റ് ഹോട്ടലിൽ പോയി നല്ല അടിപൊളി ഭക്ഷണം വാങ്ങിച്ചിട്ട് തന്നെയാണ് കയറാല്ലേ. ഇതാണ് ബീഫ് ഫ്രൈ. ഇനിയിപ്പോൾ ഇതിലേക്കിട് വേഗിട്, സമയം കളയല്ലേ. കായംകുളം ജംഗ്ഷൻ. ഇവിടെ 3 മിനിറ്റ് ഉണ്ട് നമ്മുടെ ട്രെയിൻ ഹോൾട്ട്. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 166-29 തിരുവനന്തപുരത്തു നിന്നും കോട്ടയം ഷൊർണൂർ ജംഗ്ഷൻ വഴി മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ 2-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നല്ല ടൈമിൽ തന്നെ അനൗൺസ്മെന്റ് കിട്ടി. ആൾക്കാരൊക്കെ കേറുന്നുണ്ട്. ഇല്ല, സിഗ്നൽ ആയിട്ടില്ല. ട്രെയിൻ ഇപ്പൊ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനിയിപ്പം നമുക്ക് വലിയ ബർത്തൊന്നും കിട്ടൂല. ഇത് തന്നെയാണ്, അത് കിട്ടൂല. അത് മാത്രമല്ല, പിന്നെ ഇപ്പം ബാഗ് വെച്ചിട്ടുണ്ട്, കിടക്കാനാവുന്നവരെ മാത്രം കൂടെ വെക്കും. അതെ നമുക്ക് താഴെടുത്ത് വെക്കാം, നല്ല കടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതെ, ഇപ്പൊ ചങ്ങനാശ്ശേരി എത്തി. അടുത്ത സ്റ്റോപ്പ് വരുന്നത് കോട്ടയം. ഇവിടുന്ന് വണ്ടി കൊടുത്തു. സമയം ഇപ്പം 10:15. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇതൊരു തിരക്കല്ലേ കോട്ടയത്ത്. ഇനിയിപ്പോൾ ട്രെയിൻ എറണാകുളം ടൗൺ, തൃശ്ശൂർ, ഷൊർണൂർ അങ്ങനെയാണ് നേരെ മംഗലാപുരം ഭാഗത്തേക്ക് പോവുക. ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ RAC ബർത്തിൽ പോയി അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങാം അല്ലേ. യാത്ര എന്ന് വെച്ചാൽ RAC ഒരു ദുരിതം തന്നെയാണ്. ഉറക്കെല്ലാം കണക്കന്നെ ആയിരിക്കാം, പോവാതെക്കാൻ പറ്റില്ലല്ലോ അല്ലേ. നാളെ രാവിലെ ഒരു കണ്ണൂരൊക്കെ എത്തുന്ന സമയത്ത് ഉറങ്ങി എണീക്കാനാണ് ഒരു പ്ലാൻ ഉള്ളത്. തീർച്ചയായും. അപ്പോൾ ഇന്ന് രാത്രി കിടന്നുറങ്ങാം. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:50.
വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് നമ്മുടെ ട്രെയിൻ 1 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് അല്ലേ? കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു ഹൈറ്റ് ഒക്കെ കണ്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ വേണ്ടിയിട്ട്. ഇതുവഴി കയറാൻ ഇനി വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് വളപട്ടണം റിവർ ഉള്ളത്. ഇതേ അങ്ങ് അതിലൂടെയാണ് ആ റോഡുള്ളത്. ഇവിടെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ കിടന്നുറങ്ങിയത്. രാത്രിക്ക് ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഉറക്കെല്ലാം കണക്കന്നെ, ഉറങ്ങിയതേ കാരണം നമ്മുടെ കോട്ടയം ഉറങ്ങിയത്. ആലുവ, ഷൊർണൂര് എല്ലാ സ്ഥലത്തും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറക്കെല്ലാം കണക്കന്നെ ഉണ്ടായത്. RIC എടുത്ത് അപ്പോഴിങ്ങനെ തന്നെയാണ്. അതെ 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 അതെ. RIC ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതം തന്നെയാണ്. ഈ മാവേലി മലബാർ പോലെ വണ്ടികളിൽ വേക്കൻ്റ് ബെർത്തും ഉണ്ടാവില്ല. അത് വലിയൊരു പ്രശ്നം കൂടെയാണ്. സെൻട്രൽ നാഗർകോവിൽ ജംഗ്ഷൻ പരശുറാം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ നേത്രാവതി ഉണ്ട്. മൊത്തം സ്റ്റിക്കറാണ്. മലൈക്കോട്ടെ വാലിബന്ത്. ഇത് വേറെ എന്തോ സ്റ്റിക്കർ. പഴയങ്ങാടി എത്തി. നേത്രാവതി എക്സ്പ്രസ് അത് നല്ല സ്പീഡിൽ പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഏഴിമല റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ട്രെയിൻ ഇപ്പോൾ പയ്യന്നൂരെത്തി. ഈ ട്രെയിൻ തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ വീട്ടിലോട്ട് കുറേ നാളായാലും ഇപ്പോൾ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. ഞങ്ങളൊരു ഹലുവ വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായി. അച്ഛനമ്മ ഇന്നലെ കഴിക്കല് ഞാൻ കഴിച്ച് അത് വേറെ കാര്യം. 200 രൂപ അല്ല? 200 രൂപ. നല്ല ഹലുവ തന്നെയാണ്. കറുത്ത കളറാണ് വാങ്ങിയത്. ഡ്രൈ ഫ്രൂട്ട്സ് ഹലുവ. അതെ അതെ. ഇനിയിപ്പോൾ അടുത്തത് ചെറുപ്പൂര്, തൃക്കരിപ്പൂര്, നീലേശ്വരം. ട്രെയിൻ ഇപ്പോൾ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു മലബാർ എക്സ്പ്രസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് കണ്ണൂർ കഴിഞ്ഞാൽ മംഗലാപുരത്തേക്ക് ഈ ഒരു സ്ലീപ്പർ ക്ലാസ് എല്ലാം ജനറൽ ക്ലാസ് ആണ്. എല്ലാവരും കയറുന്നുണ്ട. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 1 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ്. അടുത്തതാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം, നീലേശ്വരം. ഇവിടുന്ന് ഇപ്പോൾ വണ്ടി എടുക്കും. സിഗ്നൽ കിട്ടി. തിരുവനന്തപുരത്ത് നിന്നും 554 കിലോമീറ്റർ യാത്ര ചെയ്തിപ്പിത നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്ക് നോക്കുക. എൻ്റെ പൊന്നോ, ഇത്രയും തിരക്കായി ഇവിടുന്ന്. എല്ലാവരും സ്ലീപ്പറിലേക്ക് തന്നെ കയറും. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഇതാ മലബാർ എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. സ്ലീപ്പറൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മോ മൊത്തം ശോകമാണ്. ഈ ഒരു S9 കോച്ചില്ലേ, 2002 നിർമ്മിച്ച ആ ഒരു കോച്ചാണ്. എത്ര പഴക്കം എന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രമല്ല, LHPയിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചു. നമുക്കുണ്ടല്ലോ സ്ലീപ്പറിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഡോറിന്റെ അവിടെ നിന്ന് വന്ന് നിൽക്കാനേ പിന്നെ അത്രയും ബുദ്ധിമുട്ട്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് കൂടുതൽ ട്രെയിനുകൾ വരുന്നില്ല? ജനപ്രതിനിധികൾ അതെന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം
നമ്മളെ വീട്ടിലേക്കും മറ്റിടത്തേക്കും വന്നാൽ പോരാ, ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഉപകാരം ചെയ്യണം. എത്രത്തോളം ആൾക്കാരാണ് ദിനംപ്രതി കഷ്ടപ്പെടുന്നത്. കൂടുതൽ ട്രെയിൻ എന്തായാലും നമ്മുടെ മലബാർ സൈഡിലോട്ട് വേണം. കാരണം റെയിൽവേൻ്റെ ഭാഗത്തുനിന്ന് പറയും ട്രാക്ക് ഇല്ല എന്നൊക്കെ പറയും, പക്ഷേ അതൊക്കെ ഒരു കാരണമാണോ? ജനസംഖ്യ കൂടിക്കൂടി വരികയാണല്ലോ. ലൂപ്പ് ലൈനിന്ന് നേരെ മെയിൻ ലൈനിലേക്ക് കയറി. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് രാജാസ് സ്കൂള്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു രാജാസ് സ്കൂൾ കാണാൻ വേണ്ടി സാധിക്കും. 1918 ഈ ഒരു സ്കൂൾ സ്ഥാപിതമായത്. ഇതാണ് രാജാസ് സ്കൂള്. അതിൻ്റെ ആ ഒരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഒരുപാട് പേര് നമ്മളോട് രാജാസ് സ്കൂൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെപ്പോഴും നേരെ അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്ത് നേരെ കയറി പോവുക. രാജാസ് സ്കൂൾ പരമാവധി ഷൂട്ട് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ പഠിച്ച് വിദേശത്തൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു സ്കൂൾ കാണുന്നത് ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു കൗതുകം തന്നെയായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. അതിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. അപ്പം നമുക്കിനിയിപ്പോൾ നേരെ നമ്മുടെ വണ്ടി ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിലുണ്ട്. ഇവിടെ എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട് ഭാഗത്തോട്ട് പോവാം. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് മന്നമ്പുറത്ത് ഭഗവതി ക്ഷേത്രം ഉള്ളത്. അതായത് മന്നമ്പുറത്തെ കാവ്. നല്ല രസമാട്ടോ ഇതിലേക്കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. ഞങ്ങൾ പറഞ്ഞില്ലേ ട്രെയിനിൻ്റെ വീഡിയോസ് ഒന്നല്ല അധികം ഉണ്ടാവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതുണ്ട്, ഇതിലൂടെയൊക്കെ നടന്നു പോകാൻ എന്താ രസം എന്നറിയാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രാവിലെ സമയത്ത് ഈ ഒരു കാവിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ അടിപൊളിയാണ്. ശരിക്കും ഞങ്ങൾ ഒട്ടുമിക്ക എല്ലാ സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് വരാറുണ്ട്. നമ്മുടെ ചാനലിൽ വീഡിയോ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഏതായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ എന്താ പറയുക, കുളിച്ചിട്ടൊന്നുമില്ലല്ലോ. അതെ, ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ ലോങ് യാത്രയ്ക്ക് ചെയ്ത് വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടം വരെ വരുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല വണ്ടി വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് ഒരു 800 മീറ്റർ പോകാനുണ്ട്. അവിടത്തോട്ട് ഞങ്ങളൊരു ഓട്ടോഷാക്കി പോകും. അവിടെ നിന്നിട്ട് വണ്ടി എടുത്ത് നേരെ നമ്മളെ വീടിൻ്റെ ഭാഗത്തേക്ക് പോവാം. ആ പോകുന്ന വഴിക്കാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. നീലേശ്വരം ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ്. ഇത് കോൺവെന്റ് ജംഗ്ഷൻ. അതായത് നമുക്ക് പോകേണ്ടത് പുതുക്കൈ ഭാഗത്തേക്കാണ്. പിന്നെ അവിടുന്ന് നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ സ്വന്തം നാടായ നർക്കിലക്കാട്. നിങ്ങളിപ്പോൾ ടൈറ്റിലിൽ തിരുവനന്തപുരം ടു നർക്കിലക്കാട് എന്നാണ് കാണുക. കാരണം ഈ നർക്കിലക്കാട് എന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ ഈ തിരുവനന്തപുരം ആ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ ഇത് എവിടെയാണെന്നിരിക്കും. നമ്മുടെ നാടിൻ്റെ പേരാണ് നർക്കിലക്കാട്. ഹൈ റേഞ്ച് പ്ലേസ് ആണ്. അതെ, ഇവിടുന്ന് ഒരു 28-30 കിലോമീറ്റർ പോകാണ്ട് 1 മണിക്കൂർ യാത്ര. അതെ, ഞങ്ങളിപ്പോൾ നീലേശ്വരത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് തോളനി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഞങ്ങളുടെ വണ്ടി ഇതാ, ഞങ്ങൾ ആ വീട്ടിൽ നിന്നൊക്കെ വണ്ടി എടുത്ത് ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ട അങ്ങ് അവിടെ മൊത്തം മലനിരകളാണ്. കണ്ട, മുഴുവനും മലനിരകളാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു 20 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? ഒരു 10-20 കിലോമീറ്റർ പോകാനുണ്ട്. കയറി വന്ന ഒരു നല്ല റോഡാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല റോഡാണ് ഈ ഒരു റോഡ്. ഈ ഒരു ടൈപ്പ് റോഡ് തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങ് നമുക്ക് വീട് വരെ ഈ ഒരു ടൈപ്പ് റോഡ് തന്നെയാണ്. റോഡൊക്കെ ഇപ്പം ഇതൊക്കെ അന്ന് ഒരു 2 വർഷം മുന്നേ പണിത റോഡാണ്. ഇതൊക്കെ അടിപൊളിയാണ്. ഇപ്പം ഞങ്ങളെ വേറെ സ്ഥലമുണ്ട്, ഭീമനടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് നമ്മുടെ ഭാഗത്തേക്ക് ഇപ്പം അടുത്താണ് റോഡ് പണിതത്. അപ്പോൾ അതിലേക്കൂടെ നമുക്കിനി പോകാനുണ്ട്. പക്ഷെ ഞങ്ങൾ ആ ഒരു റോഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 3 വർഷത്തിന് മേലായി ആ റോഡിൻ്റെ പണി നടന്നിട്ട്. ഇപ്പാണത്, അതായത് ഏറ്റവും സമയം എടുത്തിട്ടുള്ള ഒരു റോഡ് പണിയാണത്. 2021 കഴിയാനാവുന്ന സമയത്താണ് റോഡ് പൊളിച്ചിട്ടത്. റോഡ് പൊളിച്ചിട്ട് നമുക്ക് 2022 ആ ഒരു മഴക്കാലത്ത് 23 മഴക്കാലത്ത് ഭയങ്കര ദുരിതം ഉണ്ടായത്. കാരണം ഇരുചക്ര വാഹനം എടുത്ത് പോകുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഒരുപാട് സമരങ്ങളൊക്കെ നടന്ന ഒരു ഇതാണ്. പ്രതിഷേധമൊക്കെ നടന്നതാണ്.
ഇപ്പൊ അത്യാവശ്യം എന്താ പറയാ ടാർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഈ പറഞ്ഞ മാർച്ച് മാസമാണ് ഭയങ്കരമായിട്ട് ഈ ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ പണി തുടങ്ങുന്നത്. പിന്നെ പറയേണ്ട കാര്യം ഇലക്ഷൻ വരാനാവുമ്പോ എല്ലാ പ്രവൃത്തികളും അങ്ങനെയാണ്. തീർച്ചയായും ഇനിയിപ്പോ എന്താ പറയാ നമുക്ക് അവിടെ എത്തണം. നമുക്കത് വെച്ചൊരു വിഷയം വരുന്നില്ല, കാരണം നമുക്ക് നല്ല റോഡ് ഉണ്ടായാൽ മാത്രം. തീർച്ചയായും അതെന്തെങ്കിലും രാഷ്ട്രീയം അതിന്റെ വഴിക്ക് പോട്ടെ. നമ്മൾ ഒരു പാർട്ടിനെയും ഒന്നിനൊന്നും കുറ്റമൊന്നും പറഞ്ഞില്ല, കാരണം ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യം ഇല്ല ഉണ്ടാവാന്ന് പോകുന്നില്ല. ഇവിടെ ഒരു ജംഗ്ഷനിലെത്തി, അതായത് നീലേശ്വരത്ത് നിന്ന് വരുന്ന വഴി അതാണ്. ഇത് ഭീമനടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടുന്ന് നേരെ പോയാലാണ് വെള്ളരിക്കുണ്ട് ഭാഗം. നമുക്ക് നേരെ ഇങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മുടെ നർക്കിലക്കാടൊക്കെ ഉള്ള ഒരു ഭാഗം, അതായത് ചിറ്റാരിക്കാൽ. ഇനിയിപ്പോൾ ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നേരെ ഇതുവഴി പോവാം. ഇവിടെ നിന്നാണ് പുതിയ ആ ഒരു റോഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു റോഡ്. ഇതിപ്പോൾ പുതിയതായിട്ട് ടാറിട്ടാണ്. അത്യാവശ്യം വീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ധാരാളം തന്നെയാണ്. ഈ ഒരു റോട്ടിൽ വാഴയൊക്കെ നട്ടതാണ്. കാരണം ഇവിടെ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളം പോലെ ആവുന്നതാണ്. ആ ഒരു 3 വർഷമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ്. ഒരുപാട് വണ്ടികൾ പ്രത്യേകം പറഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങൾക്ക് വീണ്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂട്ട് വഴിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബസ്സുകൾ KSRTC ആയാലും പ്രൈവറ്റ് ആയാലും ദീർഘദൂര വണ്ടികൾ പോകുന്നത്. അതായത് കുമളി, പാല, കോട്ടയം, ബാംഗ്ലൂർ, അങ്ങനെ ഒട്ടനവധി എല്ലാ ഭാഗത്തേക്കും. കൊന്നക്കാടുന്ന് പത്തനംതിട്ട ഒരു ഭാഗത്തേക്കുള്ള മെയിനായിട്ട് ബസ്സുകളൊക്കെ പോകുന്നത് ഈ ഭാഗത്തേക്കാണ്. അപ്പം ഈ പറഞ്ഞ ദീർഘദൂര ബസ്സുകളൊക്കെ ഈ പറഞ്ഞ ഈ റോഡ് പണി കാരണം ഈ വഴി പോവില്ല. ഈ ദീർഘദൂര ബസ്സിന് പുറമെ തന്നെ നമ്മളിപ്പോ ചെറുപുഴ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. സാധാരണ കുഞ്ഞു ഓർഡിനറി ആ ബസ്സുകൾ, ആ റൂട്ടിൽ പോകുന്ന ബസ്സുകളടക്കം നമ്മുടെ നർക്കിലക്കാട് എന്ന് പറഞ്ഞ ടൗണിൽ പോവാത്തതിനാൽ നമ്മുടെ ടൗൺ ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ആരും വരൂല, കാരണം കടകളിലേക്കൊന്നും ആരും വരൂല. ബസ്സുകളൊക്കെ പോകുന്നത് വേറെ റൂട്ട് വഴിയാണ്. ആ സമയത്ത് ബസ്സുകാർ ഓർക്കണം, അവരുടെ ടയറും എല്ലാം നോക്കണമല്ലോ. അപ്പം നമുക്ക് ഈ പറഞ്ഞ റോഡ് സമയത്ത് ഈ ബുദ്ധിമുട്ടൊരു കാര്യം നമുക്ക് പ്രതികരിച്ചാലും അവസ്ഥയാണ്. കാരണം നമ്മുടെ നാടിന്റെ അവസ്ഥ അറിയാലോ, പ്രതികരിച്ചാലും നമുക്ക് പണി കിട്ടും. തീർച്ചയായും. അതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടാതെ തന്നെ നമ്മൾ പോയി. കാരണം ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞാലും നമ്മളെ അങ്ങനെയാണ് ആക്കിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊങ്കാലയിടും നമ്മൾ ഒരു നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ, എപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വന്നു ഉപകാരമായി. ഇനിയിപ്പോൾ നല്ല രീതിയിൽ പോവാം. എനിക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ നമ്മുടെ വീട്ടിലോട്ട് പോകാനുണ്ട്. വീട്ടിലൊക്കെ കയറിപ്പോകുന്ന വഴിയാണ്. മൊത്തം ചെറിയൊരു കുഞ്ഞു വഴി, മണ്ണെല്ലാം ഇട്ടിട്ടുണ്ട്. അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് റോഡിന്റെ ചെറിയൊരു പണിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഇറങ്ങേണ്ടി വരൂടാ, ഇത് സ്ലിപ്പാവും. ഇന്നലെ അല്ല സ്ലിപ്പാവൂടെ ഇത്, കാരണം ഇന്നലെ ഇട്ട് മണ്ണ് ഉറച്ചിട്ടുണ്ടാവില്ല. എല്ലാം പുറത്തന്നെ ഉണ്ട്. ഇവനാ ഇവിടുത്തെ മെയിൻ പൂച്ചാട്ടാ, പാവാണ്. എന്തരാ എവിടെ പോകുന്നത് കുറേ ദിവസമായി കണ്ടിട്ട് ഇതിനെല്ലാം ഇവിടേക്കേ. അത് അടുത്തോനിതാ എന്താണ് കുറേ ദിവസമായില്ലേ കണ്ടിട്ട് മൂപ്പരെല്ലാം. ഇത് അടുത്തൊന്നും വരുന്നുണ്ട്. ഇതാ പാവ കേട്ടോ. ഇതാ അപ്പോൾ ബാക്കി 2 കൂടി അങ്ങ് ആ ഭാഗത്താട്. ഇതാ ഇവിടെ ഫൈറ്റ് തുടങ്ങി. ഇവർ രണ്ടാളും എപ്പോഴും ഇങ്ങനെയാണ്, എപ്പോഴും സ്റ്റണ്ടാണ് ഇവിടുന്ന്. നല്ല രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇതാ ഏട്ടനെ അനിയനാണ്. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞോ, ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങളെന്നാ കഴിയുവാ? ഇതാ വേണ്ട, എപ്പോഴും ഉണ്ടാവുന്നേ ഇത് ഏട്ടനും അനിയനും. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഇനിയിപ്പം എന്താ പറയുക, ഒരു ദീർഘമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. എവിടേക്കോ പോയി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് ദിവസം വീട്ടിലുണ്ടാവും. എന്നിട്ടാണ് അടുത്ത ദിവസം ഒരു യാത്ര കൊണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനൽ എല്ലാവരും പറയുന്നതാണ് ഫാമിലിയെ കൂട്ടി ഒരു യാത്ര പോകണം, അവരൊന്ന് ഫേസിൽ കാണിക്കണം, വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ. അടുത്തൊരു വീഡിയോയിൽ അതായിരിക്കും ഉണ്ടാവുന്നത്. അതെ, അതൊരു യാത്ര ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മള് വേറൊരു യാത്രയിലേക്ക് പോകുന്നുള്ളൂ. അപ്പം നോർത്ത് ഇന്ത്യ ആയിട്ട് തന്നെ ഞങ്ങൾ കുറെ ആയിട്ട് എന്താ ചുറ്റിപ്പറ്റി കളിക്കുന്നു. കാരണം നോർത്ത് ഇന്ത്യ യാത്ര ഈ ഒരു തണുപ്പ് ശൈത്യകാലത്ത് നല്ല രീതിയിൽ തന്നെ നമ്മള് നോർത്ത് ഇന്ത്യയിൽ തന്നെ ആയിരുന്നു. അതിന്റെ ഒരു എഫക്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടല്ലോ. അതെ തീർച്ചയായും. നവീന്റെ ഒച്ചയൊക്കെ മാറി കാലാവസ്ഥ മാറുമ്പോൾ എന്തായാലും ഒരു ചേഞ്ച് വരുമല്ലോ. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മാറ്റുന്നതിനോട് ബൈ.